ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് ആർക്കാണ് ഈ മൈക്കൊക്കെ കുത്തിയിരിക്കുന്നത്? നിങ്ങൾ കണ്ടാ ഇവിടെ സംസാരിക്കണം. നീ സംസാരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ മൈക്ക് കുത്തി തന്ന. ഹായ് 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 ബൈ ദ ബൈ ഹായ്. നമ്മൾ ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കാൻ വേണ്ടി പോകുന്നത്? അങ്ങോട്ട് തന്നെ നോക്കണേ. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നേ, ഇങ്ങോട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇരിക്കുന്നേ. ചിരി മാത്രം പോരാ, എന്തെങ്കിലും സംസാരിക്കൂ. 1 വയസ്സായി, സംസാരിക്കാറായി, നടക്കാറായി. സ്റ്റെപ്പൊക്കെ കയറും കേട്ടോ. മൊത്തം സ്റ്റെപ്പ് സ്റ്റെയർ മേലിപ്പം കയറും, ഫുൾ സ്റ്റെപ്പ് കയറും. ഇത് എന്തോ ട്രാഫിക് പോലീസോ? കൈ താത്ത് വയ്ക്കൂ, എന്നിട്ട് ഇതിന് പുതുതായി സംസാരിക്കൂ. രാവിലെ ഗൈസ് കഴിക്കാനായിട്ട് നല്ല ഏത്തപ്പഴം പുഴുങ്ങിയത്, ആപ്പിൾ ഉണ്ട്, ലോട്ടസ് സീഡ് ഉണ്ട്. അമ്പൂന് മാത്രം ആപ്പിള് നമ്മള് പിന്നെ സ്റ്റീം ചെയ്തിട്ട് അവന് വേണ്ടി അരച്ചെടുത്തിട്ടുണ്ട്. പൊണ്ടാട്ടെ കമോൺ. മൈക്ക് വെച്ചിട്ട് ആകെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അച്ഛ അമ്മ വിളിക്കും. ചോറ് എന്നൊക്കെ ചോദിക്കണ്ടേ? ഇപ്പൊ ചോദിക്കാൻ അങ്ങനൊക്കെ ചോദിക്കുന്ന പിള്ളേര് ചോറ് അവൻ നടന്നാ മതി, അവന്റെ പല്ലും വന്ന് അവൻ നടന്നാ മതി. എനിക്ക് കളിപ്പാട്ടം എടുത്ത് വെള്ളം ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇരിപ്പുണ്ടെങ്കിൽ തന്നെ എടുത്ത് കുടിച്ചോളൂ, ആറേ സഹായം വേണ്ട. നമ്മളെ അമ്മയ്ക്ക് അതിന് കണ്ണിന് എന്തോടാ പറയുന്നത്, അപ്പൊ അത് കുറച്ച് മെച്ചറായിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നില്ലേ? അപ്പം ഈയിടെയായിട്ട് കാഴ്ച ഭയങ്കര കുറവാണ്. നമ്മള് കുഞ്ഞിന് ഡെലിവറി ഒക്കെ ടൈമിൽ വളരെ കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ കാര്യങ്ങൾ, പിന്നെ അച്ഛന്റെ ഇതായി, പിന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഷുഗർ കൂടുതലായതുകൊണ്ട് അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ട്രിവാൻഡ്രത്തൊരു നല്ലൊരു ഹോസ്പിറ്റൽ, വേറെന്താ ഹോസ്പിറ്റലില് അത്യാവശ്യം ഐ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് തോന്നുന്നു. വേറെ ഏതെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. എന്തായാലും അവിടെ നമ്മൾ കാണിച്ചത് ചൈതന്യയിൽ. അപ്പം കാണിച്ചപ്പോൾ അവര് ടെസ്റ്റ് ഒക്കെ ചെയ്തു, കണ്ണിന്റെ പരിശോധനയൊക്കെ ചെയ്തു. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് മെച്ചമായതുകൊണ്ട് ഉടനെ ചെയ്യണം നമുക്കിത്. അപ്പൊ അതിനോട് ലെൻസും കാര്യങ്ങളൊക്കെ സർജറി ഡേറ്റ് അവർ തന്നില്ലേ. ഷുഗറൊക്കെ നോക്കി BP ഒക്കെ കണ്ടിട്ട് നമുക്ക് സർജറി ഉടനെ ചെയ്യണം. ഇനി വെച്ചോണ്ടിരുന്ന അത് മെച്ചർ ആയി ഓൾറെഡി. അവർക്ക് ഞരമ്പ് പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അൾട്രാസൗണ്ട് സ്കാൻ എടുത്തിട്ടാണ് നോക്കിയത്. അപ്പൊ ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് ആ ഒരു കണ്ണ് കാണത്തില്ല, ഒരു കണ്ണേ കാണത്തുള്ളൂ. കണ്ണ് നീ വിളിച്ചിട്ട് വന്നില്ല. അവനെല്ലാം അറിയാതെ ഒരുമാതിരി പരിപാടി കാണിക്കരുത്. ഒന്നി കൈ കാണിച്ച് എന്റെ കയ്യിൽ വരണം. അപ്പൊ എന്തായാലും അമ്മയ്ക്ക് 20 സർജറി തന്നിട്ടുണ്ട്. മൈക്ക് വെച്ച് കൊടുത്തവന് അവ അലയ്ക്കുവോ? ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ മാസം തന്നെ അമ്മയ്ക്ക് സർജറി ഉണ്ട്. ലെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഏത് വേണമെന്നൊക്കെ. അപ്പൊ എന്തായാലും അമ്മ അതിനു മുമ്പ് വരും. അപ്പം ഈ സ്ട്രോക്ക് വന്നോണ്ട് ഫിസിഷ്യനെ കൂടി കണ്ട് ആ ചെക്കപ്പും കൂടി, ബ്ലഡ് ഒക്കെ ചെക്കപ്പ് അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അന്ന് അവർ ചെയ്യത്തുള്ളൂ. നിനക്കിനി ഞാൻ മേലാ മയക്കി കൂട്ടിട്ടില്ല. നീ ഒന്ന് ഫോൺ അടിച്ചു ഓഫ് ആയില്ലോടി. എന്റെ ഫോൺ ഇപ്പം പോയാനെ, മൈക്ക് ഇപ്പൊ ഒടിഞ്ഞ കേട്ടോ. ഇങ്ങനെയാണ് എന്റെ ഓരോ ഗാഡ്ജറ്റ് എവരാണ് നശിപ്പിക്കണം. എന്തുവാടാ കാണിക്കണ നീ? ഫോൺ എന്തിനാ അടിച്ച് താഴെട്ടെ? ഫോൺ എന്തിനാ അടിച്ച് താഴെട്ടെ? ഫോൺ എന്തിനാ അടിച്ച് താഴെട്ടെ? വഴക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ എന്തിനാ ഫോൺ അടിയിട്ട് നിനക്ക് അടിയില്ലെന്ന്? ഫോൺ എന്തിനാ താഴെട്ടെ? അവന് കളിക്ക് വഴക്ക് പറയുന്നേ അറിയാം, അല്ലാതെ വഴക്ക് പറയുന്നത് നല്ലോണം അറിയാം. എന്നെ കണക്കാ ഉടായിപ്പ. തന്തേക്കാ മോശം. കറുകപ്പെട്ട സ്റ്റാർസ് ഇട്ടതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ സവാള ഇങ്ങനെ അങ്ങോട്ട് ഇടുക. സവാളയും തക്കാളി ഒന്നിച്ചിടാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പൊ നമുക്കിങ്ങനെ പുകയൊക്കെ വരും. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ് ഇടും. അതിലത്തെ ചോറൊക്കെ റെഡിയാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങ് പ്ലേറ്റാം. ഇനി നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ആൻഡ് കുരുമുളക് പൊടി ആൻഡ് മസാലപ്പൊടി. മുളക് പൊടിയുടെ സ്പൂണില്ല, മുളക് പൊടി. നമ്മൾ കുറച്ച് ഗ്രീക്ക് യോഗട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം.
ഹായ് ഗായ്സ്, ടുഡേ ലഞ്ച് റെഡി. കുഞ്ഞിനെ വെച്ചോണ്ട് പടപട റെഡി ആക്കി ഇല്ലേ? അവള് ആ സമയത്ത് പ്രൊമോഷൻ ചെയ്തു, ഞാനാണെങ്കിൽ കുക്ക് ചെയ്തു. അവള് പയറുതോര ആൾറെഡി വെച്ചിരുന്നു. ഞാൻ വിചാരിച്ചു പയറുതോര ഇപ്പോഴേ കണ്ടത്. ആൻഡ് കുറച്ച് ലെഗ് പീസ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ആൻഡ് കുക്കുംബർ, നല്ല പൊന്നിയേരി ചോറ്, നമ്മുടെ പയറുതോരൻ, എൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി ആൻഡ് ഇത് കുക്കുംബർ ചട്നി. ഇത് നമ്മൾ വീക്കിലി അങ്ങ് ചെയ്ത് വെക്കും. ക്യാപ്സിക്കം ചട്നി, കുക്കുംബർ ചട്നി. ഇന്ന് അമ്പൂര് പിന്നെ ചിക്കൻ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ അമ്പൂട്ടിന് കാർട്ട് മുട്ടേക്കും കേട്ടോ, അത് നമ്മളിപ്പോൾ മാറ്റും, ഫാനിടാം. ചിക്കൻ ഫുഡ് നല്ല ഫുഡ് ആണെന്നുണ്ടെങ്കിൽ കയ്യൊക്കെ കഴിച്ച് ആസ്വദിച്ച് കഴിക്കും. പിന്നെ നമ്മൾ ചെറിയൊരു ഡയറ്റ് കോക്ക് കൂടെ പൊട്ടിച്ചില്ല, ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ടേസ്റ്റ്, കറി ടേസ്റ്റ് ചെയ്യാം. അതെ, ഇന്നത്തെ നല്ല സാറ്റിസ്ഫൈഡ് ലഞ്ച്. എത്രയായാലും വീട്ടിൽ ചോറ് വെച്ചാലേ ഒരു തൃപ്തി വരത്തുള്ളൂ. കാലെവിടെ? ആ, ലെഗ് പീസ്. ഓക്കെ ഓക്കെ, ചിക്കൻ കാല്. ഓക്കെ, തരാമല്ലോ. ഞാൻ വെച്ചോണ്ട് പറയുമല്ല, അടിപൊളി കറി, സൂപ്പർ കറി കേട്ടോ. നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഞാൻ വെച്ച വീഡിയോ എടുത്തായിരുന്നല്ലോ, വേറെ ഒന്നുമില്ല. ഞാൻ കുറച്ച് കരിയാപ്പില കുറച്ചിട്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും പിന്നെ ഇട്ടില്ല. ബാക്കിയെല്ലാം വീഡിയോ കാണിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കില്ല, ഒലിവില്ല, വളരെ കുറച്ചിടും. കംഫർട്ട് ഫുഡ്. നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ഫ്രൈ നേരെ ഡിപ്പിലോട്ടും കൂടെ മുക്കാം. എന്നിട്ട് ഹേ ഗായ്സ്, ഇനി അമ്പൂട്ടനുണ്ടല്ലോ ഉച്ചക്ക് ചിക്കൻ കൊടുക്കരുത്. ചിക്കൻ തിന്നിട്ട് എന്തൊരു ഉറക്കമായിരുന്നു. സാധാരണ ഉറങ്ങത്തില്ല, പിള്ളേരങ്ങനെ ഉറങ്ങും, പക്ഷെ ഇവ അങ്ങനെ ഉറങ്ങുന്നതല്ല. ഇന്ന് നമ്മൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല. ഇപ്പോഴാണ് ഉച്ചക്ക് കിടന്ന ചെറുക്കനാ, ഇപ്പോഴാണ് എന്തിനൊരു ഉറക്കം വീഴ്ത്തില്ലെന്ന് കുത്തി ഇരിക്കുന്നു. എങ്ങനെയാണ്? ഏട്ടനൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഐ ലവ് മൈ ഡാഡ്. ഓ, എനിക്ക് വയ്യ. അത് അവന്റെ ഉള്ളിൽ അറിയാം. നീ ഇങ്ങനെ ഇല്ലേ ആകുമ്പോ പറഞ്ഞോട്. അതെ, ഞാനാ ഓർഡർ ചെയ്തോ. ഇന്ന് മൂവി കാണാൻ വേണ്ടി പോവാണ്. ഏത് സിനിമയുടെ പേര്? കാന്ത, ദുൽഖറിന്റെ. നൈറ്റായി, വേറെ പരിപാടിയൊന്നുമില്ല. എഡിറ്റിംഗ് കൊറേ നാളായി. ലാസ്റ്റ് കണ്ട പടം നമ്മുടെ അത് കണ്ട് പേടിച്ച് ഷിറ്റടിച്ച് ഓടി പറഞ്ഞില്ല മനസ്സില്. ഇന്നവേ കാന്ത കാണാം, ദുൽഖർ സൽമാന്റെ. എല്ലാരും നല്ല റിവ്യൂ ഒക്കെ പറയുന്നത്, എങ്ങനെ ഉണ്ടോ നോക്കാം. ബൈ ദ ബൈ, നമ്മള് ഒരു പുതിയ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. വന്നിട്ടൊരു സാധനം അൺബോക്സ് ചെയ്യാനും ഉണ്ട് കേട്ടോ. പടം കണ്ടിട്ട് ഇപ്പൊ സമയം ഇല്ലാത്തതുകൊണ്ട് വന്നിട്ട് അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പ് വേറെ സാധനം കാണിച്ചു തരാം നിങ്ങളെ. സമയമില്ല, എന്ത് ചെയ്യാനാ. ഈ ഡ്രസ്സിന്റെ കൂടെ ഈ പലൂസ ഇടാത്തിന് എല്ലാവരും ഇതിന് കുറ്റം പറഞ്ഞായിരുന്നില്ലേ? അതുകൊണ്ട് പലൂസ വാങ്ങിച്ചു. നിങ്ങൾ പറയുന്ന ഓരോ സജഷൻസ് ഇവള് കേട്ട് ഞാൻ ഒരു ഗ്രാമത്തിൽ വളർന്ന ഒരു മതി 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 ഇങ്ങോട്ട് പോവാ. നാട്ടുകോഴി ബൈ ദ ബൈ. ഇതായി ഗൈസ്, ഇതാണ് ഇത് നമ്മള് കസ്റ്റം ചെയ്തതാണ്. 1 മിനിറ്റ് ലൈറ്റ് വന്നിട്ടെ. അപ്പോൾ ഇതേ ഗൈസ്, നമ്മുടെ റിക്ലൈനർ നമ്മളിത് ഇവിടെ വാങ്ങിയിട്ടുണ്ട് പുതിയത്. നമുക്ക് വേണ്ടി കസ്റ്റം ചെയ്ത് തന്നെയാണ്. കിടിലം. ഇനി നല്ല അടിപൊളിയായിട്ടിരുന്ന് സിനിമയൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഗുഡ് ലുക്ക് മോഡുലാർ ഫർണിച്ചർ അറിയാമല്ലോ, നമ്മുടെ ഷെമീമയ്ക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ ഈ സെറ്റ് കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് കസ്റ്റം ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഡൈനിങ് ടേബിളും അതും. ഈ ഡൈനിങ് ടേബിളും എല്ലാം. അതുപോലെ നമ്മൾ സ്റ്റുഡിയോ റൂം മേലെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് അങ്ങോട്ടാണ് നമ്മൾ സാധനം പ്ലേസ് ചെയ്യും. ഇപ്പം തൽക്കാലം അവിടെ വർക്ക് ഒന്നും തുടങ്ങാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ ഇട്ട് അപ്പം മേലെ വർക്ക് കഴിയുമ്പം നമ്മൾ മേലോട്ട് സെറ്റ് ചെയ്യും. അപ്പം അതുവരെ നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ കിടക്കണ്ട, അവിടെ മേലെ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുകയാണ്. സാധനം നൈസാട്ടോ, നമ്മൾ തിയേറ്ററിൽ പോയിരിക്കുന്ന ഒരു ഫീലാണ്. അത് മാത്രമല്ല, ഇതിന്റെ ഒരു കുഷൻ, ഇതെന്തോ പറഞ്ഞ മെറ്റീരിയൽ എന്തോ പറഞ്ഞാൽ ഇന്നലെ കൊണ്ടുവന്നപ്പം അവക്കാഡോ ആണോ? ബ്രൊക്കോളി മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കസ്റ്റം ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. നല്ല അടിപൊളി മെറ്റീരിയൽ.
അടിപൊളിയായിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ വീട്ടിലൊക്കെ നമ്മുടെ സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യും, നൈസായിട്ട് ചെയ്തു തരും. ഇതിൻ്റെ തന്നെ ക്വാളിറ്റി. ഇത് പിന്നെ മാനുവലാണ്, ഓട്ടോമാറ്റിക് അല്ല. ജസ്റ്റ് നമുക്ക് ഇത് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. ഞാൻ പിടിച്ച് ഇരുന്ന് കാണിക്കട്ടെ. വരി ഒറ്റ തെറുപ്പ് ഉത്തരത്തി. സൂപ്പർ അല്ലേ? ഇങ്ങനെ ഇരുന്നിതാക്കി നമുക്ക് കുറച്ചുകൂടി ബാക്കിലോട്ടും കൂടെ ചാരാം. നൈസ് കേട്ടോ, അടിപൊളി സാധനം. ഓ ചാരിയും കേളന്ന് ഉറക്കം മുഴുത്തില്ലേട്ടാ. അമ്പുവിന്റെ ഡ്രസ്സ് നല്ല ചേരുന്നുണ്ടോ അവന്, നല്ല രസമുണ്ട്. പിന്നെ ഐ ലവ് മൈ ഡാഡ് എന്നും കൂടി എഴുതിയോണ്ട്. പിന്നെ ഈ സംഭവത്തിന് വേറൊരു കുട്ടി സർപ്രൈസും കൂടി ഉണ്ട്. അത് നമ്മൾ മൂവി കണ്ടിട്ട് വന്നിട്ട് നമുക്ക് വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒരു ബോണ്ട് ഉണ്ട്. കാരണം നമ്മൾ ഈ വീടൊക്കെ വാങ്ങിച്ച ടൈമിലോട്ടെ ഇവിടെ ഒന്നും ഇല്ലാത്തപ്പോഴേ ഇവിടെ വരികയും നമ്മള് അച്ഛനെയും കൊണ്ടൊക്കെ അവിടെ പോയി എനിക്ക് ഭയങ്കര അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഞാൻ എന്തെങ്കിലും വീട്ടിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ വേറെ ആരെയും ചിന്തിക്കത്തില്ല. ഈ നെറ്റ് ഉൾപ്പെടെ അവർ ടീം വന്ന് ചെയ്തു തന്നെയാണ്. പക്ഷെ നോക്കി ഒരു വർഷം കഴിഞ്ഞേട്ടാ അടിപൊളിയായിട്ട് കിടക്കുന്നു സത്യം കേട്ടോ. ഒരു വർഷം ആവാൻ പോകുന്നു. അല്ല നിങ്ങൾ അന്ന് വാങ്ങിച്ച അതേപോലെ തന്നെ അല്ലേ ഇതാണ്. ഇപ്പം പിന്നെ കുഞ്ഞായി അവന്റെ യൂറിനും വെള്ളവും എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നോക്ക് ആ പുതിയതുപോലെ തന്നെ ഇല്ല ഇപ്പോഴും കാണാനായിട്ട്. നൈസ്. നമ്മൾ ആ ഒരു ഹാളുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. എത്ര പേർക്ക് ഇരിക്കാൻ നോക്കി, എത്ര സീറ്റാ നോക്കി. അതെ അതെ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഈ കളർ തന്നെ പോരെ ഇതൊന്നും. പക്ഷെ ഇത് നമ്മൾ ഇവിടെ ഇടാനല്ല, ഇത് മേളിലാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറെ കളർ. നമുക്ക് ഇറങ്ങാം. പോവാം. ലെറ്റ്സ് ഗോ. ഞാൻ എവനെ എടുത്താലേ മൃദുലേക്ക് കഥക് പൂട്ടാൻ പറ്റൂ. അതുപോലെ ചാറ്റിൽ മഴയുണ്ട്. ഈ പണ്ടൊക്കെ എനിക്ക് മഴയൊക്കെ നനയാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു അച്ഛനായതിൽ പിന്നെ അമ്പൂട്ടനെ പോലെയായി ഞാൻ. മഴ വരുമ്പം ഈ ചെറുക്കനെ നനയിക്കാതെ ഞാനും ഇപ്പൊ ഇറങ്ങാറില്ല മഴയത്തൊക്കെ. ഇപ്പം മഴയൊക്കെ നനയാൻ കൊതിയാവും. പക്ഷെ ഡ്രസ്സ് കൊള്ളാല്ലേ അമ്പുവിന് റെഡ്, ബ്ലാക്ക്, വൈറ്റ് ഇങ്ങനത്തെ ബ്രൈറ്റ് കളറൊക്കെ ഭയങ്കരമായിട്ട് ചേരും. അതൊക്കെ പൂട്ട് ഏതാ തൈബറ ഏജ് പോടാ. കണ്ടില്ലേ ഇപ്പം വരും. ഗായ്സ് അങ്ങനെ നമ്മൾ സിനിമയ്ക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ ഉറക്കം അങ്ങോട്ട് മുഴുത്തില്ല കേട്ടോ. ചെറുക്കാൻ ഭയങ്കര ഒരു മൂത്താവത് പിടിച്ചിരിക്കുന്നു. ഇല്ലേടി മൃദുലേ? ചെറിയൊരു പുഞ്ചിരി, ചെറിയൊരു പുഞ്ചിരി. അങ്ങനെ പടമൊക്കെ കണ്ടിറങ്ങി. റിവ്യൂ നമ്മൾ കാർ എത്തിയിട്ട് പറയാൻ കേട്ടോ. എനിവേ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു, നല്ല പടമായിരുന്നു. ഇവൻ സമ്മതിച്ചില്ല. താണ്ടെ ഇവ ഇപ്പൊ ഉറക്കണീറ്റതേ ഉള്ളൂ. ഇവൻ സമ്മതിച്ചില്ല കേട്ടോ. ഉറക്കി പാമ്പേഴ്സ് എടുക്കുക. ഇതല്ലേ നമ്മൾ എടുക്കുന്നത്? ലാർജ് അല്ലേ? ഇതെടുക്കാം അല്ലേ? ഓ ഇത് ഒരു മാസം നിൽക്കൂടി. ഇത് നല്ല വരും. ഇത് 1.5 മാസമൊക്കെ നിൽക്കും. ഇത് വലുതാട്ടോ. ഇതെങ്ങനെ ഒരു 1500 തോന്നുന്നു. ഇതായിരുന്നു അമ്പു. ഞങ്ങൾ നേരത്തെ മിസ് ചെയ്ത അമ്പു. ഇപ്പം മൂഡ് വന്നുണ്ടോ? ഉറക്കമൊക്കെ ഭയങ്കര സംസാരം. ഇതോ കാണിച്ചേ. ഇവ നമ്മുടെ BMW ഒന്നും അല്ല, നമ്മുടെ പാവപ്പെട്ട BYD. ഇത് കണ്ടോ തൂക്കിയിട്ടുണ്ട് കിടക്കണേ. ഇതിനകത്ത് ഇങ്ങനെ നിക്കിട്ട് ഇങ്ങനെ നിക്കുമ്പോൾ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് തുടക്കം. ആദ്യമേ നിന്റെ നക്കി ഒരു മാസത്തേക്ക് നീ നടച്ചോ. സത്യം സ്നഗ്ഗിക്ക് ഒരു ചെലവായി. ഈ സ്നഗ്ഗി വാങ്ങാനും കൊടുക്കണം, ഇത് എടുത്തോണ്ട് പോവാൻ അതിന്റെ ഇരട്ടി വരെ മാസം 1500 രൂപയാണ് സ്നഗ്ഗി എടുക്കാൻ വരുന്ന ആളുടെ കൂലി. ഇതാണ് ടൂണ ഫിഷ് സലാഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ.
നിങ്ങളൊന്ന് മസ്റ്റ് ട്രൈ. നിങ്ങൾ ലുലുമാളി വരുന്നെങ്കിൽ ചൂര സലാഡ് സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞാൻ ഒരു വട്ടം വാങ്ങിച്ച് കഴിച്ചതാണ്, പിന്നീട് എൻ്റെ ഫേവറേറ്റ് ആയി. പിന്നെ അതുപോലെ തന്നെ ടിക്ക സലാഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ഇതെടുത്ത് അകത്ത് വെച്ചോ, വേണമെങ്കിൽ നമുക്ക് കാരണത്തിരുന്ന് കഴിക്കാം. ഓ സംഭവിക്കൂലേ അമ്പു. ഇത്ര സാധനം വാങ്ങിച്ചുള്ളേ 3500 രൂപയായി. ഞാൻ ഇങ്ങനെ ആലോചിക്കുവോ, ഞാൻ എപ്പോഴും ബില്ല് ലുലുമാളി വന്നാലും ഇത്ര വാങ്ങിച്ചു ഇത്ര രൂപയായോ. അത് മെയിനായിട്ട് ഇതിനാ വില കൂടിയത് അല്ലേ. കുറച്ച് പൈസ ആകത്തുള്ളൂ. വണ്ടി മാറ്റി പോയി. ഓക്കെ ലെറ്റ്സ് ഗോ. നേരെ വീട്ടിലോട്ട് ഗൈസ്. വീട്ടിൽ വന്നാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന അമ്പു. ഓ എന്തോ ഒരു സുഖം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. എവിടെയെങ്കിലും പോയിട്ട് വന്ന ഹാളി വിലസാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഫുള്ളാട്ടാ വയറ്. ഇത്രയും ചോറ് മതി. പോപ്കോൺ തിന്ന് അത് നമ്മളെ പിന്നെ സാധാരണ നമ്മളങ്ങനെ PVRൽ അങ്ങനെ ഫുഡ് അങ്ങനെ ആരും ഷെയർ ഒന്നും ചെയ്തില്ലല്ലോ. എല്ലാവരും അവരൊരു പോപ്കോൺ വാങ്ങിച്ചാൽ അവരൊരുന്ന് കഴിക്കും. പക്ഷെ നമ്മളടുത്തിരുന്ന ചേച്ചി നമ്മളെ കൂടെ നിർബന്ധിച്ച് പോപ്കോൺ തിരിക്കുമായിരുന്നു. ഒരു വട്ടം തട്ടി പിന്നെ ഇന്റർവെല്ലിൽ പോയിട്ട് പിന്നെ വാങ്ങിച്ചോണ്ട് വന്നു. അവരങ്ങ് നമ്മളെ കൊണ്ട് കഴിപ്പിക്കുമായിരുന്നു. അപ്പം എന്തായാലും പടം കാന്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഭയങ്കര സ്ലോ പേസ് എന്ന് പറയുമ്പോൾ പടത്തിന് നല്ല ഡ്യൂറേഷൻ കൂടുതല. 2.25 മണിക്കൂറുണ്ട് പടം. പക്ഷെ പടം നല്ല രസമുണ്ട്. കോമഡി ഒന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. പടം സ്റ്റോറി ലൈൻ എനിക്ക് നടിയെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ദുൽഖർ സൽമാൻ കയറി വരിക ഓരോ പടത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയാണ് പടം, ഭയങ്കര രക്ഷയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എങ്ങനെയുണ്ട് ടൂണ സലാഡ്? ഇഷ്ടപ്പെട്ടു. മൂവി റിവ്യൂ പറയുന്നുണ്ട്, ഇതിന്റെ റിവ്യൂ പറയാൻ ഒരു സ്പൂൺ എടുത്ത്. ഞാൻ അന്ന് ഒരു ദിവസം കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെ. 150 രൂപ. നല്ല ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പടത്തിൽ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ ലെങ്താ, കുറച്ചും ഡ്യൂറേഷൻ കുറയ്ക്കായിരുന്നു. പക്ഷെ എവർക്ക് സസ്പെൻസ് കത്തിന്നാ പറഞ്ഞ, പക്ഷെ എനിക്ക് കത്തിയില്ലായിരുന്നു. എനിക്ക് ഒട്ടും മനസ്സിലായില്ല ലാസ്റ്റ് നിമിഷം വരെ. അമ്പു ഇരുന്നില്ലായിരുന്നു കേട്ടോ. ഇന്ന് ഇരുന്നില്ല. ചില ദിവസം ഇരിക്കും, ചില നേരം ഇരിക്കത്തില്ല. ഇന്ന് ഇപ്പൊ അടുത്തിരിക്കുന്ന ആളടുത്ത് ഇങ്ങനെ ഞോണ്ടിങ്ങനെ ആൾക്കാർ ഇരുട്ടെന്ന് വിചാരിക്കും തന്തയായിരിക്കും പിടിക്കുന്ന അടി എനിക്ക് കിട്ടും. ഞങ്ങളെല്ലാരും ഞങ്ങളെ നോക്കണം. ഞോണ്ടി നോക്കിപ്പിക്കും. റാന എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര്. പുള്ളി രക്ഷയില്ല. പുള്ളി ഇന്റർവെല്ലിന് ശേഷം വന്ന് ദുൽഖറിനെക്കാട്ടി മേളിൽ നിൽക്കുമായിരുന്നു. റാന നമ്മുടെ ബാഹുബലിയിലെ വില്ലനെ. പൊളി ആക്ടിങ്, പൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ ഒരു സ്വാങ്ങും സ്റ്റൈലും അല്ലേ, അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. അപ്പൊ എനിവേ തലക്കിട്ടടിക്കുന്നു. അമ്മ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം. എന്തോ സംസാരിക്കാനുള്ള ഇവിടെ? ബാപ്പു അതെന്ത് സാധനം? ബാപ്പയല്ലടാ അച്ഛൻ. ബാപ്പയല്ല അച്ഛൻ. എടി എന്നെ ബാപ്പാന്ന് വിളിക്കുന്നടി. ആ കറക്റ്റ് അച്ഛാ. എന്നെ കൊച്ചൻ അനുസർ ചാച്ചനോ താത്താ വഴക്കിടോ എന്റെ അടുത്ത്. ഗിഫ്റ്റ് കഴിഞ്ഞില്ല കേട്ടോ. ഗിഫ്റ്റ് കഴിഞ്ഞില്ല. ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ അൻബൂട്ട. ക്യൂബിയ ഇന്റീരിയേഴ്സ്, നമ്മുടെ ക്യൂബിയ ഇന്റീരിയേഴ്സ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതിന്റെ മിനി അതിന്റെ അടുത്തോട്ട് വെച്ചേ. ഇത് കുട്ടി രാജാവിന്റെ സിംഹാസനമാണോ? കുട്ടി രാജാവിന്റെ ഇത് പിന്നെ പൊട്ടിച്ചാ അത് പൊട്ടിയ അത് ഇത് കറി വെക്കുന്നയാ. പൊന്നിന്റെയാണോ? പൊന്നിന്റെയാണോ? കുറച്ച് അടുപ്പിച്ചേ. ഇത് ആരുടെ ഇത്? അടിപൊളിയല്ലേ? അടിപൊളി. അവരുടെ ഫോട്ടോ എടുക്കട്ടെ. പിന്നെ മാറി അവ ഇരിക്കുന്ന നോക്കിയേ. അമ്പു 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 പിടിച്ചിരിക്കുന്നു. അവിടെ മുത്ത ചുണ്ടരി മുത്ത തല്ലി നീക്കുന്നു. എന്തുവാ വെറൈറ്റി വെറൈറ്റി പോസ് ഒക്കെ അടിപൊളി. പോസ് ചെയ്യുന്ന ഈ ഒരു വ്ളോഗും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. നല്ലൊരു പീസ്ഫുൾ ഡേ ആയിരുന്നു. സമാധാനമായി വീട്ടിൽ കുക്കൊക്കെ ചെയ്ത് നൈസായിട്ട് പോയൊരു ദിവസം അല്ലേ. അപ്പൊ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം
ബൈ.